ഹേ ഗായ്സ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ 2-3 ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ ഞാൻ ഈ നാട്ടുകാരനല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് കുറച്ച് ഉമ്മാവയുടെ കൂടെ സമയം കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഈ 3 ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോറി, എല്ലാവരും എന്നെ ക്ഷമിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഫ്രഷ് പച്ചക്കറികൾ ഇതാക്കുന്നത്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ. ഇതാണ് പച്ചക്കറി. ഇത് കേരളത്തിൽ 1 കിലോ 100 രൂപ. നിങ്ങൾ ഫുഡ് ഈ പച്ചക്കറി നിങ്ങൾ കഴിക്കില്ല, നമ്മൾ കഴിക്കും. നമ്മൾ അവിടെ കേരളത്തിൽ 1 കിലോ വാങ്ങാൻ പോകുമ്പോൾ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കിലോ. ഇതാണ് ഞാൻ പറഞ്ഞ് 150 രൂപ 100 രൂപ കിലോ പച്ചക്കറി. ഈ പച്ചക്കറിയാണ് നമ്മളെ പെരുമ്പാവൂർ ടൗണിൽ വിൽക്കുന്നത്. 100 രൂപ 150 രൂപ കിലോ. ഹേ ഗായ്സ്, ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഒരു അച്ചിങ്ങാടെ കൂട്ടൊരു പച്ചക്കറിയാണ്. അതും നല്ല ഫ്രഷാണ്. ഇപ്പം തുടങ്ങിയുള്ളൂ, അതിൻ്റെ പൂക്കൾ വന്നുള്ളൂ. ഞാൻ കാണിക്കാൻ നോക്കാം. നമ്മളിവിടെ പച്ചക്കറികൾ കേരളത്തിലെ തമിഴ്നാട്ടിന് വന്ന പോലെ നമ്മൾ ഒരുപാട് പഴക്കമുള്ള പച്ചക്കറികൾ കഴിക്കാറില്ല. നമ്മൾ ഇന്ന് പൊട്ടിച്ച് ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ഇവിടെ ടൗണിൽ കൊണ്ടുപോയി എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മൾ പോയി നമ്മളെ ഇഷ്ടത്തിലുള്ള പച്ചക്കറികൾ വാങ്ങിയിട്ട് കഴിക്കും. അതാണ് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകം ഫ്രഷ്. ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കറി. ഹേ ഗായ്സ്, ഞാനിനി കാണിക്കാൻ പോണത് കപ്പങ്ങ കൃഷി നമ്മളുടെ ഇവിടെ നടക്കുന്നത്. നല്ല സൂപ്പർ ഫ്രഷ് കപ്പങ്ങകൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പോവാം. ഹേ ഗായ്സ്, ഇതാണ് കപ്പങ്ങ. നമ്മളുടെ നാട്ടിലുള്ള ഫ്രഷ് കപ്പങ്ങ കൃഷിയാണ്. ഇതൊരു വലിയൊരു തോട്ടമാണ്. ഇതിൽ ഒരുപാട് കപ്പങ്ങകൾ, ഒരുപാട് ക്വാളിറ്റി ഉള്ള കപ്പങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ നോക്കാം. നമ്മൾ ഇത്ര നേരം കുറേ പച്ചക്കറികൾ കാണിച്ചു, 2-3 ഐറ്റംസ് കാണിച്ചു. ഇപ്പം കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള റോബസ്റ്റർ പഴം, ബനാന. നല്ല സൂപ്പർ ഫ്രഷ് റോബസ്റ്റർ പഴം. അതിൻ്റെ തോട്ടാണിത്. ഒരു ഏക്കറിൻ്റെ പഴത്തിൻ്റെ തോട്ടാണിത്. എനിക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് അറിയാൻ പാടില്ല, അതുകൊണ്ട് സോറി. എനിക്ക് പറയാൻ പറ്റുന്ന അത്ര ഞാൻ പറയാൻ നോക്കണത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. കാണിക്കും. ഓക്കെ, ഞാൻ ഇത്ര നേരം കുറേ പച്ചക്കറികൾ കാണിച്ചു, പഴം കാണിച്ചു. ഇനി കാണിക്കാൻ പോകുന്നത് മഞ്ഞൾ. നമ്മളെ ഇവിടുത്തുള്ള ഏറ്റവും വലിയ വില കൂടി മഞ്ഞളാണ് ഇത്. നല്ല സൂപ്പർ മഞ്ഞളാണ്. ഇതുപോലെ മഞ്ഞൾ ഏറ്റവും വില കൂടി മഞ്ഞളാണ്. ഒരു 5 അടി 6 അടിയുള്ള പൊക്കമുള്ള മഞ്ഞളുടെ കൃഷിയാണത്. ഞാൻ കേരളത്തിലെ കണ്ടിട്ടില്ല. കേരളത്തിലെ കണ്ടിട്ടുണ്ട് ഇതുപോലെ, പക്ഷേ ഏലക്കാണ്. കറക്റ്റ് ഏലക്കയുടെ കൂട്ടാണ് ഈ മഞ്ഞൾ. സൂപ്പർ മഞ്ഞളാണ്, നല്ല ഫ്രഷ് ഫസ്റ്റ് ക്വാളിറ്റി മഞ്ഞളത്. ഞാനിനി വേറെ ഒരു പച്ചക്കറി കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ പോരെ. ഇതൊരു പച്ചക്കറിയാണ്, നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ്. ഇതിൻ്റെ പേരാണ് ഉഴുന്ന്. നിങ്ങൾ ഉഴുന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് ഉഴുന്ന്. ഞാൻ ഇത്ര നേരെ പച്ചക്കറികളൊക്കെ കാണിച്ചു, പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് നമ്മളെ നാട്ടിലുള്ള ഇഷ്ടിക ചൂടുകട്ട ഉണ്ടാക്കാൻ പോണത് കട്ടാണിത്. ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. രണ്ട് ക്വാളിറ്റിയാണ് ഇത്. ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഇഷ്ടിക. എനിക്കറിയാം, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേരളത്തിലെ കുഞ്ഞു ഇഷ്ടികകൾ. നമ്മളൊക്കെ കാണുമ്പോൾ മനസ്സുകൊണ്ട് ചിരിക്കും, ഇത് എന്താ ഇഷ്ടിക. പക്ഷേ
ഇവിടുത്തെ ചൂടുകട്ട ഒരെണ്ണം ഒരു ചൂടുകട്ട, നിങ്ങളുടെ അവിടെ 2 ചൂടുകട്ട. ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്ര നേരം കുറേ പച്ചക്കറികൾ, കുറേ സംഭവങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ കൃഷികൾ ഞാൻ കാണിച്ചു. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ക്ഷമിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്ത മുർഷിദാബാദ് ജില്ല ജലങ്കി നാട്ടിലാണ്, നമ്മളെ കൃഷി സ്ഥലങ്ങളിൽ. ഇപ്പം ഞാൻ നിൽക്കുന്നതും കൃഷി സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമൻറ്റ്, ഷെയർ, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നോക്കാം പരമാവധി എനിക്ക് പറ്റുന്നത്. ഓക്കെ.